ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തിയുടെ സ്നേഹം ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. അപ്പോൾ റീഡിംഗ് കാണുന്നതിന് മുൻപ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്, അവരുടെ സ്നേഹം യഥാർത്ഥമായതാണോ എന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ സ്നേഹം യഥാർത്ഥമായതാണോ? കിങ് ഓഫ് വാൻസ്, ക്യൂൺ ഓഫ് വാൻസ്, Five of Pentacles, Two of Swords, Queen of Pentacles, Judgment, Eight of Wands. അപ്പോൾ നമുക്ക് ഇത്രയും കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ആദ്യം കിങ് ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ സ്നേഹം, അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയത്താണെന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് ഒരു ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നൊരു എനർജി കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു വ്യക്തിയുടെ സ്നേഹം അത് സത്യസന്ധമായ ഒരു സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു ഉത്തരം ഒരു ക്യൂൺ ഓഫ് വാൻഡ്സും കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് വാൻഡ്സും ക്യൂൺ ഓഫ് വാൻഡ്സും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ സമയത്ത് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം ഇവിടെ ഒരു ജെനുവിൻ ആണെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്ന ഒരവസ്ഥയിൽ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ എത്തി. അത് മാത്രമല്ല, ഇവർ നിങ്ങളെ സാമ്പത്തികപരമായിട്ടൊക്കെ സഹായിച്ച ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹിക്കുന്നതൊക്കെ അത് സത്യമായതാണോ, അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം കൂടിയത് എന്നൊക്കെ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം അത് സത്യസന്ധമായ ഒരു സ്നേഹമാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുവാനായിട്ടുള്ള പ്രധാന കാരണം മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന, ഒരുപാട് നിങ്ങളുടെ മനസ്സ് തന്നെ ഒരു വേദനയിലോട്ട് ഒരുപാട് കടന്നുപോയ ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. കൂടാതെ നമുക്കൊരു ടു സോർട്സിന്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കണോ അതല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി അത് വിശ്വസിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഭയമാണ്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ഓഫറുകളൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു വ്യക്തിയോട് ഒരു ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്കുള്ളിലുണ്ട്. പക്ഷെ ഒരു വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ഒരു ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തി വളരെയധികം ഒരു പക്വതയുള്ള, അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും വളരെയധികം വ്യക്തതയോട് കൂടി മാത്രം ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു 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 മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉടൻ തന്നെ ഒരു വ്യക്തത കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു ജഡ്ജ്മെന്റ് കിട്ടുന്നത്.
അത് മാത്രമല്ല ഈ ഒരു സമയത്ത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വ്യക്തതയും ഒരു തിരിച്ചറിവും ഒക്കെ വരുന്ന ഒരു എനർജിയാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. കൂടാതെ ഒരു ഏറ്റവും ആർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ ഉടൻ നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അതായത് ഒരു 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 ട്രാവൽ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു യാത്രയൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയോടൊത്ത് ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്കൊരു വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. അതായത് കൂടെ നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട്. പക്ഷേ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇനി ഒരു തീരുമാനം, അതായത് ഒരു വ്യക്തതയിലോട്ട് നിങ്ങൾ എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു സമയത്ത് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കാൻ കഴിയും, വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് എന്നാണ് നമുക്ക് കാർഡ്സുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.